ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സോന ഹിയർ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നും ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഈ അടുപ്പിച്ച് ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നത് ബർത്ത്ഡേ വ്ളോഗാണ്. കാരണം എല്ലാവരുടെ ബർത്ത്ഡേ ഒരേ ടൈമിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ വിചാരിക്കും നമുക്ക് ഈ 12 മാസമുണ്ട്. ഈ 12 മാസത്തിൽ ഒന്ന് ഫസ്റ്റോ ഒന്ന് നടുവിലേക്ക് ലാസ്റ്റേക്ക് വരാണെങ്കിൽ കുറച്ച് രസമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി അടുപ്പിച്ച് വരുമ്പോൾ നമുക്കെല്ലാം കൂടി പെട്ടെന്ന് സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞതുപോലെ ഫീൽ ചെയ്യും. സോ അല്ലെങ്കിൽ നമുക്ക് വിട്ടൊക്കെ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു ബർത്ത്ഡേ വരുന്നതെങ്കിൽ നമുക്ക് സെലിബ്രേഷൻ ചെയ്യാനും കുറച്ചും കൂടി നല്ല ഇതായിരുന്നേനെ. ബട്ട് ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഒരു ബർത്ത്ഡേ സർപ്രൈസാണ് കൊടുക്കാൻ പോകുന്നത്. എൻ്റെ സിസ്റ്റർ നോട്ടെല്ലോ എൻ്റെ സിസ്റ്ററിന് നമ്മളൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അവളുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ വന്ന ശേഷം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ സെലിബ്രേഷനൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കേക്കായിട്ട് ഇന്നാണ് ബർത്ത്ഡേ. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് ഗിഫ്റ്റായിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇന്ന് രാവിലെ പോകാമെന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഇവിടെ ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു വൈകുന്നേരം ഇവർ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞ് ഒരു 4:30 ശേഷമൊക്കെ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിലാണ് ഗിഫ്റ്റ് ഇരിക്കുന്നത്. ഈ ഒരു കവർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലിയ ഗിഫ്റ്റാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു പാക്കിങ് അടിപൊളിയാണ്. ഞാൻ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ബോക്സാണ് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ട് അവൾ ചെയ്തു തന്നത്. എനിക്കൊരു ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഇവിടെ 2 ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യും. ഇതാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് കെട്ടണം. കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ്. ഇവിടെ കുറച്ച് ഡ്രസ്സൊന്ന് ഒതുക്കി വെച്ചിട്ട് ഇവിടെ സൈഡിൽ ചോക്ലേറ്റ്സ് വെക്കാനാണ്. ഈ ഫ്ലവേഴ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. 5 ഉണ്ടായിരുന്നു, അതിൽ 1 ഞാൻ എടുത്തു, ഇതിലാവശ്യം വന്നാലോ. പിന്നെ ഈ ഒരു ടോപ്പാണ്, ഒരു കോട്ട് സെറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമായി. ബട്ട് എനിക്ക് നല്ല മാച്ചിൻ്റെ അത് എങ്ങനത്തെ ഇടുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഐ എം സോ കൺഫ്യൂസ്ഡ്. ഇഷ്ടമാവോ ഇല്ലയോ? എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നേരത്തെ ആൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതാ ഒരു ടോപ്പും പിന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു പാൻറ്റുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ലതാവാം, എനിക്കറിയില്ല ഇഷ്ടപ്പെടുമോ. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്തിരിക്കുന്നത്. കൂട്ടം ഒരു ഗ്ലാസ് വെള്ളം തരാം കേട്ടോ. കണ്ട് ഇതാണ് ഗൈസ്. ഒരു വെള്ളം ചോദിച്ചാൽ പോലും എനിക്ക് തരില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അതിനി മടക്കാം. എന്തായാലും ചോക്ലേറ്റ്സ് വെക്കണമല്ലോ. അപ്പോൾ ഒന്നും കൂടെ മടക്കിയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്താവോ റിയാക്ഷൻ. എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുമോയെന്ന് മാത്രമേ ഡൗട്ടുള്ളൂ. ബാക്കി ബോക്സ് കാര്യങ്ങൾ ബാക്കി സെറ്റാവുന്നു. അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ. ഞാൻ വെച്ചാലും ഇത് കുറേ നാളിങ്ങനെ വെറുതെ വെച്ച് ലാസ്റ്റ് ഞാൻ എടുത്ത് കളയും ഈ ബോക്സ്. അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടാണെങ്കിൽ എന്തെങ്കിലും അവരുടെ ജ്വല്ലറീസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെക്കാണെങ്കിൽ വെക്കാമല്ലോ. എല്ലാം റെഡാണ്. എന്താണ് റെഡാണ് ഫുള്ള്, കവറടക്കം റെഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വ്ളോഗ് ഞാനിടാം. ലെറ്റ്സ് വാച്ച്. ഹലോ ഗൈസ്, എൻ്റെ കെട്ടിയോൻ വളരെയധികം കഷ്ടപ്പെട്ട് ആ വേർപ്പൊന്ന് കാണിച്ചു കൊടുക്കൂട്ടാ. വേർത്ത് ഡ്രസ്സ് മൊത്തം വേർപ്പിൽ ഇതായി. ഇവിടെ ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? താത്ത ഇത് കാണൂട്ടാ ചിലപ്പോ നീ കൊല്ലും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ഗിഫ്റ്റാ വാങ്ങിച്ചിരിക്കണത്? ആര് വാങ്ങിച്ചു? ആര് വാങ്ങിച്ചു? യെസ്, ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്? അപ്പൊ പണിക്കാരും നമ്മൾ കുറച്ച് നേരം ഇട്ടല്ലോ, ഒരു വൈകുന്നേരമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കുട്ടനെ ഞാൻ പിടിച്ചു നിർത്തിയതാണ്. ആള് ഭയങ്കര ബിസിയാണ്. പൊയ്ക്കോ പറഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് വെള്ളം എന്താവൂട്ടാ. വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തിരി വെള്ളം പണിക്കാർക്ക് കൊടുത്ത് എനിക്കില്ല. ഇവിടുത്തെ വെള്ളം എന്താവൂട്ടാ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഈ കിച്ചൺ നമ്മൾ മോഡിഫൈ ചെയ്താണല്ലേ. എങ്ങനെയാ? ഇവിടെ ഇത്ര വേദാട്ടാ.
മധുരം കൂടുതലാ കൂടിയില്ലേ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ ഇനിതാ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് അഭിപ്രായം പറഞ്ഞോട്ടാ. അങ്ങനെ ഏകദേശം ഒരു ഇരുട്ടൊക്കെ ആയി, ഒരു 6 മണിയൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങണതിന് തൊട്ട് മുമ്പ് വരെ നല്ല മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ ടൈമിലും നല്ല മഴക്കാറ് വന്ന് ഇങ്ങനെ മഴ നിന്നിരിക്കുകയാണ്, പൊടി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർ എടുക്കണോ ബൈക്ക് എടുക്കണോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്നാൽ ശരി രണ്ടും കൽപ്പിച്ചൊന്ന് ബൈക്കിൽ പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ പോയി. പോണ വഴിക്കാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ അസീസിയ, അതൊക്കെ കണ്ടു. പ്രത്യേകിച്ച് ഒന്നും തോന്നണില്ല, എന്നാലും നമ്മൾ വർക്ക് ചെയ്താണല്ലോ ഇത്ര നാൾ. അങ്ങനെ ഞങ്ങൾ ഇത്താത്തൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുട്ടൊക്കെ ആയി, ഒരു 6:30 ടൈമൊക്കെ ആയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മഴ നമ്മളെ രക്ഷിച്ചെങ്കിലും കറണ്ട് നമ്മളെ ചതിച്ചു. അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നമ്മൾ വീഡിയോസൊക്കെ എടുത്തപ്പോൾ കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ കറണ്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായെന്ന് മാത്രം. തത ശരിക്കും സർപ്രൈസായി. തത വിചാരിച്ചില്ല, ഒന്നാമത് ഇത്ര ലേറ്റ് ആയതുകൊണ്ട്. ഇനി അതുമാത്രമല്ല, ഇതിന് കഴിഞ്ഞ വർഷമാണ് മുമ്പത്തെ വർഷമാണെങ്കിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ സർപ്രൈസ് ആയിപ്പോയി ആൾ. അങ്ങനെ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആൾ അൺബോക്സ് ചെയ്തു. ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിഷ്ടമായി. എനിക്ക് ആ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞായിരുന്നുള്ളൂ, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആൾക്ക് ഇഷ്ടമായി. അങ്ങനെ കേക്ക് കൊണ്ട് വന്നപ്പോൾ അവിടെ മുൻപന്തിയിൽ നിന്ന വേറൊരാളാണ് നമ്മുടെ അഗു ബേബി. അവനക്ക് 6 ബർത്ത്ഡേ ഉണ്ടെങ്കിലും അവൻ ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക്. പിന്നെ അത് മാത്രമല്ല, വന്നപ്പോൾ ഞങ്ങൾ ഇത്താത്താനെയാണല്ലോ കണ്ട് മിണ്ടിയത്. അപ്പോൾ ആളെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടൊരു കുറുമ്പ് ആൾ നമ്മളോട് മൈൻഡ് ചെയ്തില്ല. കാരണം എല്ലാ തവണയും വീട്ടിലേക്ക് വരുമ്പോഴും അവന് വരുമ്പോഴും നമ്മൾ അവനെയാണ് പെട്ടെന്ന് കണ്ട് വിളിച്ച് സംസാരിച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യണത്. ഇപ്രാവശ്യം വന്നപ്പം ഡയറക്റ്റ് നമ്മൾ ഇത്താത്താൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചത്. അപ്പോൾ ആളെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു പിണക്കൊക്കെ ആൾ വന്നപ്പോൾ കുറച്ച് നേരം കാണിച്ചു. പക്ഷെ നമ്മൾ പോയി മൈൻഡ് ചെയ്തപ്പോൾ പിന്നെ അത് മാറി. നമ്മളാണെങ്കിൽ ഒന്നാമത് കറണ്ടും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം, എൻ്റെ ബർത്ത്ഡേ അഗു ബർത്ത്ഡേ കേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയാണ് അവിടെ കിടന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ സെറ്റാക്കി. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും ടോർച്ച് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെട്ടം കിട്ടണമല്ലോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വെച്ചു, അതിൽ ക്യാൻഡിൽസൊക്കെ വെച്ചു, കത്തിച്ചു. അങ്ങനെ ബർത്ത്ഡേക്ക് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് പോകാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല. കാരണം ഇന്ന് നല്ല ഫുൾ ബിസി ഡേ ആയിരുന്നു. രാവിലെ ഒരു 5 മണി വരെ നല്ല പണിയായിരുന്നു നമുക്ക്. 5 മണിക്ക് ശേഷം ആ ഒരു ടൈമിൽ നല്ല മഴയാണ്. അപ്പോൾ മഴ കാരണം പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്തായാലും പോയേ പറ്റൂ. ഇപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് അത് അതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ദിവസം കഴിഞ്ഞു, ഇനി അടുത്ത വർഷമാണ് അത് വരാൻ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ടൈം നമ്മുടെ എഫോർട്ട് ഇട്ടിട്ടാണെങ്കിലും കുറച്ച് ടൈം നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ലൈഫിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം തന്നെയാണ്. അവർക്ക് കൊടുക്കുന്നതിനേക്കാട്ടി കൂടുതൽ അവർക്ക് വേണ്ടി നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ള ആ ഒരു ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ അതെനിക്ക് എന്തായാലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മളിടുന്ന എഫോർട്ട്, അതാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ താത്തക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തു, എല്ലാവർക്കും വായിൽ വെച്ച് കൊടുത്തു. അഗു പാട്ട് പാട്. കൈയടിക്ക് എന്റെ രണ്ടേലും കയ്യിലിതാ. അപ്പൊ എനിക്കോ കേക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓ അത് ക്ലോസപ്പ്. ഞാൻ വെച്ചുകൊടുത്തില്ല. എന്റെ കയ്യില് ടോർച്ചുണ്ട്, അയ്യുണ്ട്. അയ്യാനെ വിട്ടാ ശരിയാവില്ല. അയ്യ ചെലപ്പോ കേക്കിക്ക് ടോർച്ച് അടിക്കും.
അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത റൗണ്ട് നമ്മൾ അഗു ബേബിയാണ് കേക്ക് കട്ട് ചെയ്യണത്. അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അവനെയും കൊണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനക്ക് ഭയങ്കര ഹാപ്പിയായി. അവൻ്റെ വക എല്ലാവർക്കും അവൻ എന്നിട്ട് വായിലൊക്കെ വെച്ച് കൊടുത്തു. ഭയങ്കര സന്തോഷത്തിലാണ് അവൻ ആ കേക്ക് ബാക്കി ഒരു പീസ് അവനക്ക് വേണ്ടി മാറ്റി വെച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കുറച്ച് ലേറ്റായി, ഇരുട്ടായല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത മഴയ്ക്ക് മുമ്പ് പോകണ വഴിക്ക് ഞങ്ങൾ നമ്മുടെ സ്ഥിരം സ്ഥലമായ ഓൾഡ് സ്കൂളിൽ കയറിയിട്ട് ചായയും കുടിച്ചിട്ടാണ് അന്നത്തെ ദിവസം നമ്മൾ തീർത്തത്.